ഹലോ ഗൈസ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? കൊറേലോ. സോറി ഗൈസ്, എനിക്ക് ഈ ഒരു പേര് ഞാൻ പഠിക്കാൻ തന്നെ ഒരുപാട് പാടെടുത്തു. കൊറേഹോ എന്ന് വരും, പിന്നെ അത് കൊറേഹോ അല്ല കൊറേലോഹോ എന്ന് പറയും. തൊണ്ടയ്ക്ക് കുറച്ച് കിച്ചുണ്ട്. ദെൻ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഏറ്റവും നല്ല അടിപൊളി സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. വാളക്കാണി കറക്ഷൻസ് ഒക്കെ സംഭവിച്ചൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഇന്നലെയാണ് ഞാൻ ഫോർത്തവെന്തൂരയിലേക്ക് വന്നത്. ദെൻ ഫോർത്തവെന്തൂര എന്ന് പറഞ്ഞ സ്പെയിനിലെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന, സ്പെയിനിൽ നിന്ന് മാറി കിടക്കുന്ന ഒരു ഐലൻഡ് ആണ്. ഈ ഐലൻഡ് എന്ന് പറയാനായിട്ട് ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത്, അയ്യോ നല്ല ഭംഗിയുള്ള സ്ഥലം, മരുഭൂമി ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. പിന്നെ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ തന്നെ കുറേ, എന്താ പറയുക, അണ്ണാൻ കുഞ്ഞുങ്ങൾ ഇട്ട് വളർത്തുന്ന ഒരു വലിയൊരു ഐലൻഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. വോൾക്കാനിക് എറപ്ഷൻ സംഭവിച്ചതുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഫോർത്തവെന്തൂരയിൽ നിന്ന് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടെ കൊറേലോഹോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊറേലോഹോ ഫോർത്തവെന്തൂര എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ പോപ്കോണിൻ്റെ മണലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇവിടേക്കൊന്ന് ജസ്റ്റ് ചുറ്റാനായിട്ട് ഒരു സൈക്കിൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിച്ചായനാണെങ്കിൽ സൈക്കിൾ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്തായാലും നടന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ട് അവിടെ കംപ്ലീറ്റ് എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പൊ സൈക്കിൾ എടുത്തിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നൊന്ന് കറങ്ങാം. മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ യെസ് ഞങ്ങൾ എടുത്തു. സോറി, ഞാൻ ഫോണിലൊക്കെ നടക്കുന്നത് കാണാൻ പറ്റിയില്ല. യെസ്, അങ്ങനെ ഇച്ചായ സൈക്കിൾ എടുത്ത് ഇതാ യാത്ര തുടങ്ങിയിരിക്കുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. രണ്ടുപേരും പോവും. ഞാൻ പഠിക്കാണ്ട് നിക്കണത് ഗൈസ്. നമ്മള് സൈക്കിളിലുള്ള യാത്രയാണ്. പേടിയായിട്ട് വയ്യ. ഇച്ചാനെ ഇങ്ങടേക്ക് നോക്കരുതിട്ടാ, എനിക്ക് പേടിയാവണം. ഞാനൊരു അണ്ണാൻ കുഞ്ഞിന്റെ മാതിരി നിക്കാണ്. ഇതില് മിനിറ്റിനാണ് ക്യാഷ് പോകുന്നത്. ദയവ് ചെയ്ത് ഇച്ചാൻ സൈക്കിൾ ഓടിക്കുന്നതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. അയ്യോ, എന്താ കാണിക്കണേ? ഇവിടെ നിർത്താണോ? ഇനി എന്താണ് പറയാനുള്ളത്? നമ്മൾ വോൾക്കാനിക് എറപ്ഷൻ സംഭവിച്ച സ്ഥലത്തേക്ക് പോവാണ് എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ എവിടെത്തുന്ന് അറിയാൻ പാടില്ല ഗൈസ്. ഇതാണ് സ്ഥലങ്ങള്. കുറച്ച് ബാക്ക് ക്യാമറ വെക്കുമ്പോൾ കുറച്ച് സാവധാനം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതും വളരെ സ്വീറ്റ് ആയിട്ട്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയ. ഈ ഒരു സാധനം എടുത്താൽ മതി നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടല്ലേ. നല്ല നൈസായിട്ട് പോകുന്നു, പടയ്ക്കാണ്ട്. എനിക്ക് എവിടെ പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയില്ല. എന്താ മാറൂ, മാറു മാറു മാറു. എന്തായാലും ഈ ഒരു ഫീലിംഗ് രസമുണ്ടല്ലേ. ഞാനാണെങ്കില് ഒരുമാതിരി ചൊറ പിടിച്ചോണം നിക്കണത്. എനിക്ക് എവിടെയും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ ചാ. പിടിക്കേണ്ട ആവശ്യമില്ല, ഞാനങ്ങനെ വീണാല. വീണ രണ്ട് പല്ല്. ഈ രസമുണ്ട് കേസ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് സെന്റർ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് കാണണമെങ്കിൽ ഇങ്ങനൊരു സംഭവം മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പഴുണ്ട് ഗൈസ് കാണാനായിട്ട്. ഇച്ചിരി ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാ, ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ. എന്നാലും ഇതില് വന്നായിരുന്നു.
പെട്ടെന്ന് വരാൻ പറ്റണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. വേഗം വേഗം അവർക്ക് വരാൻ പറ്റും. അവര് വിചാരിക്കണ്ട, പക്ഷെ ഞങ്ങൾക്ക് ഈ ഐഡിയ തോന്നിയില്ലല്ലോ ഒന്ന്. ഗൈസ് ഇത് വെർത്താണ്, കണ്ണീന്ന് വെള്ളൊക്കെ പോണു. യെസ് ഗൈസ്, ഇതിന് ബെല്ലില്ല, ഞാനാണ് ബെല്ലടിക്കണത്. ഓ മൈ ഗോഡ്. ഞങ്ങൾ കുറെ ഓടിച്ചു, പെട്ടെന്ന് തന്നെ ബാലൻസ് തീർന്നു. വീണ്ടും റോഡരികിൽ നിൽക്കാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ എനിക്ക് ചുറ്റും. ഇവിടെ ഒരു ഏഷ്യൻ ഗാർഡൻ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇത് എന്താന്ന് പറയുമ്പോൾ ഇത് റെസ്റ്റോറന്റ് ആണോ? ആസ്തെറ്റിക്കോ ഫ്യൂഷൻ റെസ്റ്റോറന്റ് ആണ്. ലോട്ടസിന്റെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. വാവ്. ബാക്ക് ടു നമ്മുടെ വണ്ടിയിലേക്ക് കയറുവാണ്. കാരണം ഇനി നമുക്ക് ഓരോ മിനിറ്റാണ് അതിന്റെ പൈസ പോകുന്നത്. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പോവാം. ഇവിടെ അലോവേര എക്സ്ട്രാക്റ്റിന്റെ ഒരു വലിയൊരു ഷോപ്പാണ് ഈ കാണുന്നത്. ഈ ഫോർത്ത് അവെന്തൂരയുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഇത് ഫോർത്ത് അവെന്തൂര എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ മാപ്പാണ്. ഓ മൈ ഗോഡ്, കുഞ്ഞ് അതിയായ ചർച്ചയിലാണ്. നമുക്ക് മുമ്പേ ഒരാൾ സഞ്ചരിച്ചു. ഇതാണ് അങ്ങനെ നമ്മുടെ ഇതിന്റെ ചാർജ് തീർന്നു. ഉന്തിക്കൊണ്ട് പോവാണ് ചായൻ ഞങ്ങളുടെ. ചാർജ് തീർന്നില്ല. പിന്നെ ഇത് നോക്കൂ, മെമ്മറി ചാർജർ ഓണാകുന്നില്ല. ബാക്ക് ടു നമ്മുടെ കൊറേലഹനെ കുറിച്ച് പറയാം. എവിടെ നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുപാട് കടകൾ കാണാൻ സാധിച്ചു. കൂടുതലും കോക്ടൈൽസ്. പിന്നെ രാവിലെ തന്നെ ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പുഷ്ടിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര കാശൊന്നുമില്ല. നമുക്ക് അത് മേടിച്ചാലോ? ഫോർത്ത് വെന്തൂരയുടെ. ഓ എന്തൊരു വൃത്തികെട്ട മണം. ഓ ലാസ്റ്റ് നമ്മള് എത്തിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. വാവ്, ഇത് ഇവിടെ ഒരു ഞണ്ട് പോലത്തെ മനുഷ്യൻ, നീരാളി പോലത്തെ ഒരു മനുഷ്യനെ കണ്ടോ? ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് സമയമെടുത്തു. പക്ഷെ ഓ മൈ ഗോഡ്, നമ്മളെത്തി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കട്ടാക്കും. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഭയങ്കര പ്രശ്നമുണ്ട്. സൗണ്ടൊന്നും ശരിയായിട്ടില്ല. ഒരു 2 ആഴ്ച അടുപ്പിച്ചുള്ള പനി, അടുപ്പിച്ചുള്ള ശരീരം വേദനയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് പതുക്കെ ഒന്ന് ശരിയായത്. നമ്മളിപ്പോൾ ഇതിൻ്റെ കാറ്റ്, കടൽക്കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് രക്ഷയില്ല. ഇവര് ഡ്രസ്സൊക്കെ മാറിയിടാണ്. മറ്റേ വാവ്, നീരാളിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ സിറ്റി ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിറ്റി ബസ്സിലൊക്കെ ഒന്ന്. ഈ മറ്റേ ഇതില്ലേ, എവിടെ ഈ സ്കൂട്ടറില്ലേ, ഒരു ദിവസത്തേക്ക് റെന്റ് എടുക്കാൻ 30 യൂറോ. ഫുൾ ഡേ നമുക്ക് കൊണ്ടെടുക്കാം. പിന്നെ അതല്ലേ ലാഭം, 5 യൂറോ പോണേക്കാളും. അങ്ങോട്ട് ഷിപ്പിൽ പോകണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇവിടെ തന്നെ കറങ്ങുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. 30 യൂറോ ആണെങ്കിലും ഫുൾ കാണാൻ പാടില്ലേ? 2 പേർക്ക് പുറത്താണല്ലോ. ഓ മൈ ഗോഡ്, ഇത് ട്യൂസ്ഡേ ടു സൺഡേ ആണ്. 10 മണി തൊട്ട് 5 മണി വരെ 40 മിനിറ്റ്. ഇതൊന്ന് ട്രാവൽ ചെയ്യണം എന്നുണ്ടായിരുന്നു ഈ ഒരു ട്രെയിൻ. നാളെ മുതലാ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആക്ച്വലി ഇവിടെ മൺഡേ ഒക്കെ എല്ലാം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും.
ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കണ്ടോ, ഇവിടെ എന്തോരം ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ലോക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്നു. ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അവരുടെ സ്നേഹത്തിന് പ്രതീകമായിട്ട് അവരുടെ പേരൊക്കെ എഴുതിയിട്ട് ലവ് ചിഹ്നത്തിലോ അല്ലെങ്കിൽ ലോക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു തരം സംഭവം ഞാൻ ഫ്രാൻസിൽ കണ്ടിട്ടുണ്ട്. ദെൻ തലേതോല് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. സോണ കൊമേഴ്സ്യൽ കാജെ അസോലോ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്, എത്ര ഭംഗിയായിട്ട് അവര് ഓരോ ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി ലീ ആൻഡ് വെയിൻ. ഇത്രയും പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയായിരുന്നു. എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. ഇറ്റ്സ് ടു അമേസിങ്. വാവ്. ഇച്ച ഇവിടെ വന്ന് നിൽക്കുവന്നേ. സെന്ററിലായിട്ട് ലവിൻ്റെ ഒരു ചിഹ്നം, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഈ ലോക്ക് ഇട്ട് വെച്ചേക്കുന്നത്. ലോക്ക് പലതരത്തിലുണ്ട്. ലവിൻ്റെ ലോക്ക് അല്ലാതെ ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇവർ തമ്മിൽ 2 years-ആയി. പക്ഷെ ഇവർ തമ്മിൽ ജയ് ആൻഡ് ജോജോ. ഇത്രയും പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ ചാ? വാ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പങ്കായോ? ഇത് മറ്റേ സൂപ്പർ കാറല്ലേ ഗൈസ്? ഒരു ടയറിന്റെ ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ. ഓ മൈ ഗോഡ്, ഇവിടെ എല്ലാം ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന്റെ ബാക്കാണിത്. എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ഒന്നും തന്നെ ഇല്ല. പോവാം. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ചാ. അവിടെ ഒരു ബീച്ച്. ഓ എന്ത് ഭംഗിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബീച്ചിലേക്ക് പോണോ? വേണ്ട, നമ്മൾ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോവാം. അവിടെ ഇവിടെയും പോവാണ്ട്. ഗൈസ്, ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഒരു ബീച്ച് കണ്ടു. നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. എന്തായാലും ഇവിടെ പതുക്കെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. രസമുണ്ട് കാണാനായിട്ട്. എല്ലാം ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ പോലെ തോന്നും. ഭയങ്കര പ്രൈവസി അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര പ്രൈവസി. ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്പേസും അവിടെ തരുന്നുണ്ട്. യെസ്, നമുക്ക് ബീച്ചിൻ്റെ അടുത്തെത്തി. കടല്, പിന്നെ അതുപോലെ കുറേ ഭാഗത്ത് കുഞ്ഞ് വെള്ളമൊക്കെ വെച്ചേക്കണം. മാറി മാറി നിൽക്കണം. ഞാൻ ചേരാവേ. അതെ, ഇതാണ്, കണ്ടില്ലേ? ബീച്ചിനോട് ചേർന്ന് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളുണ്ട്. ഇവിടെ വെറുതെ നോക്കിയിരിക്കാൻ തന്നെ തോന്നും. വാവ്, എന്തൊരു ഭംഗിയാ. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് എന്താ 11 മണി കുറവാണ്. ഇവിടെ എല്ലാം മൊത്തം ഇങ്ങനെയാണ്. സമയം കഴിഞ്ഞാൽ പിന്നെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലാണ് നമ്മൾ പോകേണ്ടത്. കപ്പലിടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഫെയറി വഴി പോകാൻ പറ്റുള്ളൂ. അതിന്റെയാണ് വാ തുറക്കണ കപ്പല്. അതിന്റെ വാ തുറന്ന് വെച്ചേക്കപ്പോ അത് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കുണ്ട്. എന്ന് നിന്ന് അതിനെ നോക്കിക്കൊണ്ടിരിക്കും. എത്ര ഭംഗിയ കാണാനായിട്ട്. വർക്ക് ചെയ്ത് കട എത്തുമ്പോ പറയണം കേട്ടോ, അത് ഓഫ് ചെയ്യാനാ. ഇവിടെ മൊത്തം റെസ്റ്റോറന്റ് ആണെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള സീറ്റ് ഉണ്ടോ? 2 ദിവസം വർക്ക് ചെയ്ത ഹോട്ടലാണിത്. യെസ്, കന്താന്തെ. എങ്ങനെയുണ്ടായിരുന്നു വർക്ക് എക്സ്പീരിയൻസ്? പറയൂ. അയ്യോടാ, എന്റെ ഭാവിച്ച ഗൈസ്, അവിടെ ഒരു സ്രാവ് വിളിച്ചു നിൽക്കുന്നു. എന്തൊരു രസമാണ് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാനായിട്ട്. കുറെ നേരം നോക്കി നിൽക്കാനായിട്ട് തന്നെ തോന്നിപ്പോകും. അത്രയും നല്ല ആംബിയൻസ് ആണ്. എനിക്ക് അവിടെ ഉള്ളൂന്ന് പറഞ്ഞില്ലേ, അത് അവിടെ ആൾക്കാർ നിൽക്കണുണ്ടോ? അങ്ങേറ്റത്ത് അവിടെ ഇച്ചിരി വെള്ളം ഇറങ്ങി പോലെ. അവിടെ മാത്രമേ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അവിടെയും കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ
ബാക്കിയൊക്കെ ഇങ്ങനെ പാറയാണ്. ഓ അല്ല, പാറയുടെ പുറത്ത് കയറിക്കാൻ ഇതൊക്കെ വോൾക്കാനിക് റോക്സ് ആണ്. ഗൈസ്, നമ്മളിത് ആ സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകാൻ പോണേ? അതല്ലേ വോൾക്കാനിക്കിന്റെ എറപ്ഷൻ സംഭവിച്ചത്? എനിക്കറിയില്ല. ഇത് ഇവിടുന്ന് ഈ സാധനം അങ്ങോട്ടൊന്നല്ല പോണത്, വേറെ എവിടേക്കാ പോണത്. അവിടെ 2 വീടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. നമ്മൾ വോൾക്കാനിക് എറപ്ഷൻ സംഭവിച്ച സ്ഥലത്തേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഐ തിങ്ക് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ മല കണ്ടില്ലേ, അവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ തന്നെയാണെന്ന് അറിയാൻ പാടില്ല. അവിടെ 2 വീടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അത് ഇറക്ഷൻ സംഭവിച്ച സമയത്ത് ഇവിടേക്ക് വന്ന് കുറേ പാറക്കൂട്ടങ്ങളുണ്ട്. മീൻസ് ലാവ തണുത്തുറഞ്ഞായത്. അത് കാണിച്ചു ദിസ് വൺ വോൾക്കാനിക് റോക്സ്. വോൾക്കാൻ ഉണ്ടാകാൻ കാരണമായിട്ടൊരു ജീവിയുണ്ട്. അതെന്താ? അതിന്റെ കണ്ണീന്ന് തീ പോകും. അവിടെ ഒരു സാധനം വെച്ചേക്കണ നോക്കി, മണ്ണ് കൊണ്ട്. കുറേ ജേഹോയുടെ ബോർഡ്. ഓ മൈ ഗോഡ്, ഈ ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ബോർഡിൽ നിന്നൊരു ഫോട്ടോ. കാരണഭൂതനായ അപാര ജീവിയെ വായിൽ കൂടെ മൂക്കിൽ കൂടെ തീ തുപ്പണ ജീവിക്ക് സംഭാവന നൽകുക. എല്ലാ ദിവസവും ഇത് ഇവിടെ തന്നെ. എന്തായാലും ഒരു കല തന്നെയാണ് കേട്ടോ. വോൾക്കാനിക് എറപ്ഷൻ സംഭവിച്ചതിന് കാരണഭൂതനായിട്ടുള്ള ഒരു ജീവി. ഇതൊന്നും അല്ല, ജസ്റ്റ് പുള്ളിക്കാരി ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം. ഇത്രയും കഴിവ് സമ്മതിക്കണം. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി. ഇവിടെ നിറച്ച് ഇതുപോലെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളാണ്. പക്ഷെ ഓരോരുത്തരുടെ കലയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇത് മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കൊറേ സമയം എടുത്ത് പണിതാ. ഓ, അത് വോൾക്കാനിക് ഇറക്ഷൻ സംഭവിച്ചിട്ട് ആ ഒരു മലയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇറക്ഷൻ സംഭവിച്ച് അത് നമ്മൾ പോണ സ്ഥലം അങ്ങനെ തന്നെ അവര് ചെയ്തു വെച്ചേക്കുന്നതാണ്. വാവ്, ഇവിടെ എന്ത് ഭംഗിയുള്ള ഹോട്ടലുകളാ. ഇവിടെ മൊത്തം ബീച്ചും ഹോട്ടലുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. മൈൻഡിനെ കുറച്ചുകൂടി റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ ഒരു മത്സ്യകന്യക ഉണ്ട് കേട്ടോ. ഞാനൊരു ബീച്ചിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഓ, നിങ്ങൾക്ക് കാണണോ, ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. കുഞ്ഞു മീനുകളാ, കൂട്ടമായിട്ട് സഞ്ചരിച്ചായിരുന്നു കേട്ടോ. ഇപ്പൊ അത് ഇങ്ങോട്ട് വന്നു എന്ന് തോന്നണം. കണ്ടില്ലേ? ഒരു ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഐറ്റങ്ങൾ കിടന്ന് ഇത് വോൾക്കാനിക്കിന്റെ ഇറപ്ഷൻ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതവിടെ ഒരു കന്യക നിൽക്കുന്നുണ്ട്, മത്സ്യകന്യക. ഇച്ച നമുക്ക് ഇവിടുത്തെ മാപ്പ് കിട്ടുമായിരുന്നു. അത് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ജസ്റ്റ് നോക്കായിരുന്നു. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൽ നമുക്ക് അടുത്ത് പോകേണ്ട സ്ഥലത്തെ കുറിച്ച് നോക്കായിരുന്നു. 5 മണിയാകുമ്പോൾ ഇവിടെ എത്താവുന്ന രീതിയിൽ. ഇപ്പൊ 12:42 ആയിട്ടുള്ളൂ. മാപ്പ് നമുക്ക് മേടിച്ചുകൊണ്ട് വരാമെന്നാ. മാപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ടെ നമുക്ക് ഇനി പുറത്ത് പോകേണ്ട സ്ഥലം വെറുതെ ചുമ്മാ നടക്കണ്ട സ്ഥലങ്ങൾ നോക്കി. എന്ത് രസമാച്ചാ അവിടെ കാണാനായിട്ട്. ഇതിന്റെ താഴത്തേക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇവിടെ കുറെ പ്ലാജസ് ഒക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് തോന്നും വേറെ കുറച്ചും കൂടി വേറെ സ്ഥലങ്ങളിലേക്ക് പോവാന്ന്. അപ്പൊ നമ്മള് പ്ലാജ അടുത്ത് കഴിയുമ്പോൾ നമുക്കുള്ളതാണ് ഇവിടെ മരുഭൂമി പോകാൻ പറ്റും.
ഇപ്പൊ ഞങ്ങൾ പോകാൻ പോണത് ഇവിടെ ടൂറിസത്തിന്റെ ഒരു ഓഫീസ് ഉണ്ട്, അവിടുന്ന് നമുക്ക് മാപ്പ് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ഈ കൊറേ ലേഹോയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒരു അവലോകനം നമുക്ക് കിട്ടും. മാപ്പ് വെച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഇതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിതേ കുറേ പേപ്പറുകളൊക്കെ ചുമന്നുകൊണ്ടാണ്. ഞാൻ SSLC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പോലും ഇത്രയും ബുക്ക് ഞാൻ ചുമന്നിട്ടില്ല. ഇത്രയും ബുക്ക് ചുമന്നിട്ടാണ് ഞാൻ ഇവിടെ കാണാനായിട്ട് പോണത്. ഇവിടെ ഇതിന് പറയുന്നത് നമ്മൾ വോൾക്കാനിക് എറപ്ഷൻ സംഭവിച്ച സ്ഥലം എവിടെയാണ് തപ്പിയ വന്നത്. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ വേറെ വഴിക്ക് പോകണം എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം എവിടേക്കാണ് ഫസ്റ്റ് പോകാൻ പറ്റുന്നറിയില്ല. ഇവിടെ നമുക്കൊരു വലിയൊരു മാപ്പ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു മാപ്പ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഇസ്ലാദ് ലാബോസ് എന്നാണ് പറയണത്. അവിടെ കുറേ അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയണേ കേട്ടോ. നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഗൈസ്, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു തക്കാളി ഉണ്ട്, നിറച്ച് തക്കാളി, ഇതുപോലെ മെന്ത എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ളത്. ഇതിന്റെ ഇല തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ ഷുഗറും കുറയുന്ന പറയണത്, കൊളസ്ട്രോൾ കുറയുന്ന പറഞ്ഞു. ഇത് ചുവന്നറിയൊന്നുമില്ല. ഗൈസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് വന്ന് എത്തിയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ചൂട് ഭയങ്കര ഇഷ്ടമാണ്. 40, 45, 50 ഡിഗ്രി ആണെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റും. പക്ഷെ എനിക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ വന്നപ്പോൾ തുടങ്ങി ഭയങ്കര ചൂട്. രാവിലെയൊക്കെ കുറച്ച് കാറ്റും കടൽക്കാറ്റൊക്കെ വീശി അതിന് ഭയങ്കരമായിട്ട് തണുപ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നല്ല ചൂടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രം. ഇവിടെ ഒന്നും എന്തെങ്കിലും ഗാർഡനോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ചൂടുണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ അടച്ചുപൂട്ടി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് റിനോവേഷനൊക്കെ ചെയ്തിട്ട് പുതിയ ഹോട്ടലൊക്കെ ആയിട്ട് മാറ്റുമായിരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാലാവസ്ഥ. അവിടെ ഒരു പശുക്കുട്ടി. ഇവിടെ ഒരു മീൻ കുഞ്ഞി. അപ്പൊ നമുക്ക് നടക്കാം. ലാബോസിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഗൈസ്. ഈ ഒരു കുഞ്ഞു കുഞ്ഞിയുണ്ട്. വാവ്. Hello guys, good morning. All good? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ജ്യൂസ്, ഷേക്ക്, മിൽക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട്. സ്പെയിനിന്റെ പോലെ എല്ലാ ഫുഡ് കൾച്ചർ ഇവിടെ എല്ലാ ഫുഡും ഉണ്ട്. ഞാൻ വന്നപ്പോ തന്നെ കണ്ടായിരുന്നു ഇവിടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ. അടിപൊളിയാണ്. ഇത് തീർന്നോ? ഇത് ഇവിടുന്ന് ഞാൻ അവരെ കണ്ട ബോട്ട് പണിയുന്ന ആൾക്കാരെ. ഇവിടെ കൊറേ മീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. എവിടെ മീൻ്റെ തല? അയ്യത് ഒറിജിനലാണോ? അമ്മോ, അന്ന് ഞാനൊരു വീഡിയോ എടുക്കാം. അത് ഡോണിയാ? ഗൈസ്, ഇത് ശരിക്കും ഒരു മീനിന്റെ സ്കൾട്ടൻ ആണ്. ഞാൻ അത്രയും വലിയ മീൻ അത്രയും അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു സ്കൾട്ടൻ രീതിയിൽ ഞാനത് കണ്ടായിരുന്നു. ഒരു സ്കൾട്ടൻ രീതിയിലാണ് അവിടെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും കുറെ ആൾക്കാർ ഇവിടെ കൂടിയിട്ട് അവരും വീഡിയോ എടുക്കാൻ നോക്കി. പണ്ടൊക്കെ നമ്മൾ പുതിയ ബുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ബുക്കിൽ നല്ല മണം ഉണ്ടാവും. അപ്പം ആ മണം അറിയാനായിട്ട് നമ്മളിങ്ങനെ മണക്ക് നോക്കത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ വൈറ്റ്നറിൻ്റെ പേപ്പറിൻ്റെ വൈറ്റ്നറിൻ്റെ മണമൊക്കെ അറിയാനായിട്ട്. അതേപോലെയാണ് ചയൻ കയ്യിൽ വിക്സിൻ്റെ സംഭവിച്ച് എടുത്ത് വെക്കണം. ഇവിടെ ചെങ്ങാടങ്ങള്. ഈ മീനിന് ഒട്ടും ഒരു സന്തോഷമില്ല. എപ്പോഴും ഇങ്ങനെ ഇടിക്കണം മുഖം. ഈ ചൈൻകുഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴുള്ള മുഖം പോലെ കാണിച്ചേ. ഇതുപോലെ ആക്കുക ഈ മുഖം.
ആ മീനേക്കാളും ഭംഗിയുണ്ട് എന്തായാലും. അവിടെ മീനിന്റെ സ്കൾട്ടൻ ഉണ്ടോ? അവിടെ കുറെ മീനുണ്ട്. ഇവിടെ രണ്ട് അപ്പൂപ്പന്മാര് തമ്മില് പിടിവലി നടത്തുകയാണ്. എന്നത് കീറി തവിടൂടിയാ. ഇവിടെ ഒരുപാട് കപ്പലുകള്, ചെറിയ ചെറിയ ബോട്ടുകള്, സ്പീഡ് ബോട്ടുകള്, അങ്ങനെയുള്ള ബോട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിരത്തി പിടിച്ചു വെച്ചേക്കുന്നതാണ് ഈ ഒരു സ്ഥലം. കടിച്ചടാം ചേടാ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആ ഇവിടെ ഇരുന്നല്ലേ. അതന്നെ ഞാൻ പറഞ്ഞേ, മീൻ പിടിക്കാൻ വേണ്ടിട്ട് എന്തിനാ കടലിൽ പോണേന്ന്. ഇഷ്ടം പോലെ മീനുണ്ട്. ഒരു പ്രദേശം മൊത്തം. പക്ഷെ ഇച്ചൻ കോളേജ് സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലറായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല ഇത്രയും ഭംഗിയായിട്ട്. ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായി. ഒരു കുത്തുകുത്തുള്ള മീൻ കണ്ടോ? അവിടെ പോണ കാണണ്ട, ഒറ്റ എണ്ണം മാത്രമായിട്ട്. അതെന്താ? അങ്ങനത്തെ മീനാണ് ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചാണ്. ഇത്രയും വലിപ്പമുള്ള സാധനങ്ങളുണ്ട്, കളറില്ല. ആ പ്രാവ്, നമ്മള് മറ്റേ ഇതില് കണ്ട പ്രാവ്, ഡിസ്കവറി ചാനലിൽ കണ്ട പ്രാവ്, കള്ളപ്രാവ്. ആമയൊക്കെ, ആമേനൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ മീൻ പിടിക്കാൻ ലൈസൻസ് വേണോ വെച്ചാ? ചൂണ്ടാണം. ചൂണ്ടില്ലെങ്കിൽ ഇതിന്റെ കാലുമ്പ കെട്ടിയിട്ടേ അതിനെ കൊണ്ട് മീൻ പിടിപ്പിക്കണം. ഒരു പക്ഷിനെ കൊണ്ട് മീൻ പിടിപ്പിക്കണം. എന്നിട്ട് അതിന്റെ വായിന്ന് നമുക്ക് എടുത്ത് കറി വെക്കണം. മീൻ പിടിക്കണില്ല, അവിടെ വെറുതെ ഇരിക്കുകയാണ്. അതിന് മതിയായി, അതിന് തിന്ന് മതിയായി. അതിന്റെ ചുണ്ട് ദൈവം കൂർത്ത ചുണ്ട് തന്നെ കൊടുത്തു. നമ്മള് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് കൊറേജിയഗോസിന്റെ ഏറ്റവും വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടെന്ന്. ഇതാണ് ലാബോസ്. ഇതൊരു ചെറിയൊരു ഐലൻഡ് ആണ്. ഐലൻഡ് ഒരു വിഷ്വലാണ്. ഇവിടെ നിറച്ച് ഇച്ചും കണ്ടിട്ടില്ലേ ലാബോസ്? ലാബോസിലേക്ക് പോവാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. അവിടെ എന്താ പറയുക, ഇപ്പോൾ നമുക്കൊരു 5 മണിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ചെത്താൻ പാകത്തിന് എന്തെങ്കിലും ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു ലാബോസിൽ അണ്ണാൻകുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന്. അവിടെ ജസ്റ്റ് ഈ അണ്ണാൻകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള നന്യങ്ങളാണ്. മീറ്റിങ്ങളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ തിരുട്ടൻ എപ്പോഴാണ് വന്നതെന്ന് അറിയത്തില്ല, അതും കൂടി ഒന്ന് കൺഫേം ആക്കണം. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട്. അവിടെ ടാക്സിക്ക് പോകാനായിട്ട് പറ്റുമെന്നൊക്കെ പറയുന്നു. ഏതാണ് പോസിബിൾ എന്ന് അറിയത്തില്ല. ജസ്റ്റ് നോക്കാം. അങ്ങനെയൊക്കെ ലാബോസ് നമ്മൾ ടിക്കറ്റ് എടുത്തു. ചുമല വണ്ടിയാണ് പോണത്. വേഗം തന്നെ പോയിട്ട് നമുക്ക് ലാബോസ് കാണാം. ഓ മൈ ഗോഡ്. അവിടെയാണെങ്കിൽ ഒരു ചെറിയ ദ്വീപാണ്. ആ മാപ്പിന്റെ ഇതാണ് മാപ്പ്. ഈ മാപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലീക്ക് ചെയ്ത് തരുമോ, അത് എക്സ്പ്ലിക്കാർ ചെയ്യാമോ, ഇതൊന്ന് വിശദീകരിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വിശദീകരിക്കാനായിട്ടൊന്നുമില്ല, നിങ്ങൾ വെറുതെ നടന്നു പോയാൽ മതി, നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും പറഞ്ഞു. ഇതിൽ ജസ്റ്റ് ഒന്നുമില്ല. പുള്ളിക്കാരത്തി എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാല് നമുക്ക് അവിടെ ഇപ്പൊ ഇറങ്ങുന്ന സ്ഥലം ഇതാണ്. അപ്പൊ അവിടെ ഒരു ഇതുണ്ട്, പിന്നെ അവിടെ ഫുഡ് കഴിക്കാനും വേണ്ട, പിന്നെ ഒരു ഇതുണ്ട്, ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് നല്ല എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ സ്ഥലമുണ്ട്. പിന്നെ അതിന് കാരണം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരാം, അത്രേ ഉള്ളൂ, അതിനുള്ള സ്ഥലമുള്ളൂ. പക്ഷെ ഒരു വേറെ ഐലൻഡിലേക്കല്ലേ നമ്മള് പോണത്, ഇതിന് അങ്ങറ്റത്ത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ബോട്ടുകളുടെ പ്രത്യേകത എന്താണെന്നറിയാൻ പറ്റുമായിരിക്കും. ഏത് ബോട്ടുകളുടെ? ഈ കൊടികളിലും മരമുള്ള ബോട്ടുകളാണ് പായ്ക്കപ്പലുകൾ. മറ്റേ കാറ്റിന് റൂമുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ലല്ലോ റൂം. അത് അകത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. ഇത് ഇവിടെ കാണാലോ. അത് ക്യാപ്റ്റൻ ഏരിയ.
അതിന്റെ താഴെ ഉണ്ടോ ഇനി? അതിന്റെ സൈഡിലേക്ക് അടിയിലേക്ക് ഇവിടെ സ്റ്റെപ്പ് വെച്ചേക്കണേ. ആഹാ. അതിന്റെ ഉള്ളിൽ ഇത്രയും ഭാഗത്തേക്ക് കിടക്കണില്ലേ, റൂമാണ്. അതിന്റെ ഉള്ളിൽ റൂം. പക്ഷെ ഒരാൾക്ക് നിക്കാൻ പറ്റുമോ? രണ്ടുപേർക്ക് കിടക്കാം. കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ, കിടക്കാനുള്ള സൗകര്യവും ബെഡും എല്ലാം ഉണ്ട് അതിന്റെ ഉള്ളില്. കാറ്റ് വെച്ചിട്ടാ പോണേ, എഞ്ചിൻ വെച്ചിട്ടല്ല പോണേ. ആ, പായ്ക്കപ്പലുകളല്ല. അത് ശരി. കൊറേ ലേഹോസിൽ നിന്ന് നമ്മളൊരു ഐലൻഡിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇസ്ലാദി ലാബോസ്. അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് പോകാനുള്ള ബോട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചുമന്ന നിറത്തിലുള്ള ആ കാണുന്ന ബോട്ടില്ലേ, അതിലാണ് നമ്മൾ പോകേണ്ടത്. ടിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് സീറ്റ് പിടിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ ലാബോസ് ഐലൻഡിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പൊ ബൈ.